ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ബപ്പിക്കുട്ടനും അയലാടികളും. ഗുജറാത്തിലെ ഒരു നഗരത്തിൽ ജോലി കിട്ടി പോകുവാൻ തയ്യാറെടുക്കുകയാണ് ആരാധി. പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ടാക്സി ഉമ്മറത്ത് വന്നിട്ട് കുറച്ചു നേരമായി. മോളെ ആരാധി, ഇതാ ഈ പൊതിച്ചോറ് കയ്യിൽ വെച്ചോ, അവിടം വരെ എത്തേണ്ടതല്ലേ. പിന്നെ മോളെ, അറിയാത്ത സ്ഥലം സൂക്ഷിക്കണം. അമ്മ അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛനാവട്ടെ ഒന്നും മിണ്ടുന്നുമില്ല. അച്ഛന് തീരെ താല്പര്യം ഇല്ലത്രേ ഇത്ര ദൂരെ പോകുന്നതെന്നും. പിന്നെ പഠിച്ചത് എന്തിനാണെന്ന എൻ്റെ ചോദ്യത്തിനാണ് അച്ഛൻ സമ്മതിച്ചത്. ബാഗ് എടുത്ത് വണ്ടിയിൽ വെച്ചു. അമ്മയുടെ വക ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അച്ചാർ, ഉപ്പിലിട്ടത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ സാധനങ്ങളും വണ്ടിയിൽ വെച്ച് അച്ഛൻ കാറിൽ കയറിയിരിക്കുന്നുണ്ട്. അമ്മയോടും സഹോദരങ്ങളോടും യാത്ര പറഞ്ഞിറങ്ങി. അപ്പോഴും അമ്മയുടെ ടെൻഷൻ മാറിയിട്ടില്ലായിരുന്നു. അവിടെ എത്തി സേഫ് ആണെന്ന് അറിയുന്ന വരെ പേടി ഉണ്ടാവും. മോളെ, അവിടെ എത്തിയാൽ ഉടൻ വിളിക്കണം. ഫോൺ സൈലൻ്റ് ആക്കണ്ടാട്ടോ. ആ അമ്മേ, ശരി, ബൈ. ഉമ്മറത്തു നിന്നും കാർ പതിയെ റോട്ടിലേക്ക് ഓടിച്ചിറങ്ങി. ചെറിയ വിഷമം ഉണ്ടെങ്കിലും സഹിച്ചു പിടിച്ചു. പോകുന്ന വഴിയിൽ അച്ഛൻ കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തരുന്നുമുണ്ട്. ട്രെയിൻ രാത്രി 8 മണിയൊക്കെയാണ്. ഏകദേശം 1750 കിലോമീറ്റർ ഉണ്ട്. എപ്പോൾ എത്തുമെന്നൊന്നും ഒരു പിടിയുമില്ല. കൃത്യം 7:30 ട്രെയിൻ കയറി. പക്ഷേ 8 മണിയാവും ട്രെയിൻ പോകാൻ. ട്രെയിൻ എടുക്കുന്നവരെ അച്ഛൻ എൻ്റെ കൂടെ ഇരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. ട്രെയിൻ വിസിൽ വിളിച്ചു. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. ജനലിലൂടെ കുറച്ചു ദൂരം ട്രെയിനിൻ്റെ കൂടെ വന്നു. അച്ഛൻ്റെ കണ്ണൊക്കെ കലങ്ങിയിരുന്നു. ട്രെയിൻ കുറച്ചു ദൂരം കടന്നുപോയി. രാത്രി ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തണുപ്പ് പടർന്നിരുന്നു. ചെറിയൊരു പുതപ്പ് അമ്മ ബാഗിൽ വെച്ചിരുന്നു. അത് ശരീരത്തിൽ മൂടിയിരുന്നു. ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ട് ചെറിയ മയക്കത്തിലേക്ക് ആണ്ടു. ഏകദേശം 12 മണിയോടെ അടുത്ത സമയം. തണുപ്പിൻ്റെ കാഠിന്യം കൂടിയത് കൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റു. ഹെഡ്സെറ്റ് ഊരി പുതപ്പ് കാലിലേക്ക് ഇടുമ്പോൾ ആണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അടുത്തിരുന്ന ഒരുപാട് ആളുകൾ പല സ്റ്റേഷനിൽ ആയി ഇറങ്ങിയിരിക്കുന്നു. സമയം നോക്കുമ്പോൾ 12 മണിയും. ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തി. ആ സ്റ്റേഷനിൽ കൂടെയുള്ള ഒരുപാട് പേര് ഇറങ്ങി. ഇനി ചുരുക്കം ചിലർ മാത്രം. വീണ്ടും ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ ട്രെയിൻ ഒരു ചൂളം അടിയോടെ സ്പീഡിൽ പാഞ്ഞു. 3 സ്റ്റേഷനിലായി ട്രെയിൻ നിർത്തി. എല്ലാവരും ഇറങ്ങി. സമയം 1 മണി. പെട്ടെന്നൊരു സ്റ്റേഷൻ ട്രെയിൻ നിർത്തി. രാത്രി ഈ സമയം എന്തായാലും ആളുകളൊന്നും കയറാൻ ഉണ്ടാവില്ലല്ലോ. അവിടെ ഒരുപാട് നേരം ട്രെയിൻ നിർത്തിയിട്ടു. ആ സ്റ്റേഷനിൽ വെളിച്ചമൊക്കെ കുറവായിരുന്നു. ആകെ ഒരു കട മാത്രമാണ് തുറന്നിരിക്കുന്നത്. അതാണെങ്കിൽ കുറച്ച് മാറിയിട്ടാണ്. അവിടെ എങ്ങും നിശബ്ദത പടർന്നു. പെട്ടെന്ന് ഉള്ളിലേക്ക് ഭയം കടന്നു വന്നു. തൊണ്ടയിൽ നിന്ന് ഉമിനീർ ഇറങ്ങിപ്പോകുന്നതിന് വരെ ബുദ്ധിമുട്ട്. ഹൃദയമെടുപ്പ് കൂടി. അവൾ കുറച്ചുനേരം കണ്ണടച്ചു. പെട്ടെന്നൊരു സ്ത്രീ കരിമ്പടമൊക്കെ പൊതിച്ച് അവളുടെ പിന്നിലൂടെ വന്ന് അവളുടെ തോളിൽ തട്ടി. ഞെട്ടി കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കാൻ പേടിച്ച് നോക്കി. ഒരു സ്ത്രീ. അധികം പ്രായമൊന്നും തോന്നില്ല. പക്ഷേ കരിമ്പടമൊക്കെ പൊതിച്ച് പേടിപ്പെടുത്തുന്ന പോലെ. പെട്ടെന്ന് ശ്വാസം തിരിച്ചു കിട്ടിയ പോലെ തോന്നി. തൻ്റെ കൂട്ടിന് ആളായല്ലോ. ആ സ്ത്രീ അവളോട് ചോദിച്ചു, ഇത് എങ്ങോട്ടുള്ള ട്രെയിനാണെന്ന്. അവൾ അത് പറഞ്ഞു കൊടുത്തു. അയ്യോ, ട്രെയിൻ മാറിപ്പോയി എന്നും പറഞ്ഞ് ആ സ്ത്രീയും ഇറങ്ങിപ്പോയി. വീണ്ടും പേടി വേട്ടയാടാൻ തുടങ്ങി. ആരൊക്കെയോ തൻ്റെ അടുത്തുകൂടി നടന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ മുൻവശത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അവിടെ ആരോ തന്നെ മാറി നിന്ന് നോക്കുന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ആ ഭാഗത്തേക്ക് അവൾ പതിയെ നടന്നു. അപ്പോൾ തൻ്റെ പിന്നിലൂടെ ആരോ പോയ പോലെ അവൾക്ക് തോന്നി. വേഗം തിരിഞ്ഞു. അപ്പോഴാണ് അവളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. ട്രെയിനിലെ ഓരോ കൂബയിലെയും ലൈറ്റുകൾ ഓഫ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് തോന്നി ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്നും താൻ സേഫ് അല്ലാന്നും. അവൾ പതിയെ ബാഗും സാധനങ്ങളും എടുത്ത് പുറത്തിറങ്ങി. ആ കട ഉള്ള ഭാഗം ലക്ഷ്യം വെച്ച് പോകാമെന്ന് കരുതി. എന്നാൽ അവിടെ ആ കട പിന്നെ കാണാൻ കഴിഞ്ഞില്ല. എന്തു ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി. അവൾ ആളുകളുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് നോക്കി നടന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവൾക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. അവൾ ഒരു ആപ്പ് വഴിയാണ് ട്രെയിൻ ബുക്ക് ചെയ്തത്. അവൾ തൻ്റെ ഫോൺ എടുത്ത് ട്രെയിൻ ഇത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തു. ട്രെയിൻ ഇത് തന്നെയാണ്. പക്ഷേ എന്തൊക്കെയോ കുഴപ്പമുള്ള പോലെ അവൾക്ക് തോന്നി. അവൾ പതിയെ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തി. വണ്ടി ഓടിക്കുന്ന ആളെ കണ്ട് ചോദിക്കാമെന്ന് കരുതി. അവിടെയാണ് അവൾക്ക് തെറ്റിയത്. ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ. അവൾ അയാളെ വിളിച്ചു. അതെ, ഈ ട്രെയിൻ എപ്പോഴാണ് എടുക്കുന്നേ? പതിയെ അയാൾ തല അവളിലേക്ക് തിരിച്ചു. ഒരു ഭാഗം കത്തി അഴുകിയ ഒരു രൂപം അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൾ അവിടെ നിന്നും ഓടി ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറി ഒളിച്ചിരുന്നു. എന്നാൽ അവിടെ നിന്നെല്ലാം പല വികൃതമായ രൂപങ്ങൾ അവളെ ലക്ഷ്യം ആക്കി നടന്നു വരാൻ തുടങ്ങി. അവൾ അലറി ഓടി. ആരും തന്നെ അവളെ രക്ഷിക്കാൻ അവിടെയില്ല. അങ്ങനെ ട്രെയിനിൽ നിന്നും ഇറങ്ങി ഓടി അവൾ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നെത്തുന്നു. അവിടെ ലൈറ്റും ഫാനും എല്ലാം ഓൺ ആയിരുന്നു. ഒരുപാട് ആളുകൾ ടിക്കറ്റിന് വരിയിൽ നിൽക്കുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് അമ്പരന്ന് പോയി. അവൾ അവരുടെ അടുത്തേക്ക് ഓടി രക്ഷിക്കണേ എന്ന് പറഞ്ഞു ചെന്നു. അവൾ കണ്ട ലൈറ്റ് അണഞ്ഞു. ഫാൻ കറക്കം നിലച്ചു. പെട്ടെന്ന് അവിടെ എങ്ങും ദുർഗന്ധം പരന്നു. മനുഷ്യരെന്ന് തോന്നിച്ച ആ രൂപങ്ങൾ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. അവൾ ചുറ്റുഭാഗത്തേക്കും കണ്ണോടിച്ചു. പുറത്തേക്കുള്ള വഴി തിരിഞ്ഞു. വീണ്ടും ഓടി കിതച്ച് എത്തിയത് ആദ്യം കണ്ട ആ കടയിലേക്കാണ്. അവൾ ആ കട ലക്ഷ്യം ആക്കി ഓടി.
ഓടിയെത്തിയ കടയുടെ അരികിൽ അവൾക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ തൻ്റെ പിറകെ വന്ന ആൾരൂപങ്ങളെയും കാണാൻ കഴിഞ്ഞില്ല. അവൾ ഒരു നിമിഷത്തേക്ക് ശ്വാസം വലിച്ചു വിട്ടു. അവൾ പതിയെ അവളുടെ ബാഗും സാധനങ്ങളും ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു ചെന്ന് ട്രെയിനിൽ കയറിയിരുന്നു. അവൾ ഭയന്നു വിറച്ചാണ് ഇരിക്കുന്നത്. ഇനി എന്താവും എന്ന ചിന്ത അവളെ വേട്ടയാടി. അവൾ ഫോൺ ഓൺ ചെയ്ത് സമയം നോക്കി. 2:30 അടുത്തു. പക്ഷേ അവൾക്ക് സമയം ഒരുപാട് ആയ പോലെ തോന്നി. പിന്നെയും ഫോണിലേക്ക് നോക്കിയപ്പോൾ ആണ് അവളുടെ ശ്രദ്ധ മിസ്ഡ് കോളിലേക്ക് നീങ്ങിയത്. ഒരുപാട് തവണ അമ്മ വിളിച്ചിട്ടുണ്ട്. പാവം പേടിച്ചിട്ടുണ്ടാവും എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഫോണിലേക്ക് നോക്കുമ്പോൾ തന്നെ അവൾ അറിയാതെ അവളുടെ പിന്നിലൂടെ ഒരുപാട് വികൃത രൂപങ്ങൾ അവളിൽ ലക്ഷ്യം വെച്ച് നടന്നു വരുന്നുണ്ടായിരുന്നു. അവൾക്ക് ആരും തന്നെ നോക്കുന്നത് പോലെ തോന്നി. അവൾ ഫോൺ ഓഫ് ചെയ്ത് ഒരു നെടുവീർപ്പോടെ പിന്നിലേക്ക് നോക്കി. ശരീരഭാഗങ്ങൾ ആകെ ചെയ്ത് അളിഞ്ഞ രീതിയിൽ ഒരുപാട് രൂപങ്ങൾ. അവരടുത്തു വരുന്തോറും ദുർഗന്ധം പരന്നിരുന്നു. അവൾ അവിടെ നിന്നും ട്രെയിനിൻ്റെ ഉള്ളിലൂടെ ഓടി. അവരെ തിരിഞ്ഞു നോക്കി ഓടി. പെട്ടെന്ന് അവൾ എവിടെയോ പോയി ഇടിച്ചു. അവൾ അത് എന്തെന്ന് അറിയാൻ നോക്കി. അപ്പോഴാണ് അതിലെ ഒരു രൂപത്തിൽ പോയി അവൾ ഇടിച്ചതും. അവളുടെ കവിളത്തും കയ്യിലുമൊക്കെ ആയ ശരീരത്തിൻ്റെ അഴുകിയ ഭാഗങ്ങൾ പറ്റിപ്പിടിച്ചു. പേടിച്ച് അവൾ തല കറങ്ങി വീണു. പെട്ടെന്ന് അവിടെ നിന്നൊരു ശരീരം അവളിലേക്ക് പ്രവേശിച്ചു. അവളുടെ ശരീരവും അഴുകി തുടങ്ങി. അവളും അവരിൽ ഒരാളായി. ആ സംഘത്തിൻ്റെ കൂടെ അവളും ഇരുട്ടിൻ്റെ അന്ധകാരത്തിലേക്ക് മാഞ്ഞുപോയി. മോളെ മോളെ. ആ ഒരു ഞെട്ടലോടെ അവൾ എഴുന്നേറ്റു. മോളെ, ഈ ബാഗ് മോളുടെയാണോ? ഇത് കുറച്ച് അപ്പുറത്തേക്ക് വെക്കുമോ? ഈ കൊച്ചിനെ ഒന്ന് ഇരുത്താനാ. അവൾ ആകെ അമ്പരന്നു. ബാഗ് നീക്കി വെച്ചു. താൻ ഒരു സ്വപ്നത്തിൽ ആണ്ടുപോയി എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഫോണിലേക്ക് നോക്കി. സമയം 11:30 ആയിരുന്നു. അവൾക്ക് വളരെ പേടി തോന്നാൻ തുടങ്ങി. സ്വപ്നത്തിൽ കണ്ടതുപോലെ ആളുകൾ ഓരോന്നായി ഒഴിയാൻ തുടങ്ങി. 12 മണി ആയപ്പോഴേക്കും എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു. സ്വപ്നം യാഥാർത്ഥ്യം ആവും എന്ന് അവൾക്ക് ഉറപ്പായി. കാരണം ഒരുപാട് പിന്നിലായി ആ കരിമ്പാടം പുതച്ച സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. അവൾ ആളുകളുടെ കൂടെ അവിടെ ഇറങ്ങി. അതാണെങ്കിൽ ആൾക്കൂട്ടമുള്ള സ്റ്റേഷനായിരുന്നു. അവൾ ഇറങ്ങിയത് കണ്ട് ആ കരിമ്പാടം പുതച്ച സ്ത്രീ അവളെ തുറച്ചു നോക്കി. കണ്ണിൽ നിന്നും ചീഞ്ചലവും രക്തവും ഒലിപ്പിച്ചു നിൽക്കുന്ന അവൾ ആ ട്രെയിനിൻ്റെ കൂടെ അന്ധകാരത്തിലേക്ക് ഒരു ചൂളമടിയോടെ നീങ്ങി മാഞ്ഞു.